നമ്മുടെ ജീവിതത്തിൽ നിരവധി വെല്ലുവിളികളും തോൽവികളും വരാം. പക്ഷെ അചഞ്ചലമായ മനസ്സും വിശ്വാസവും കൊണ്ട് നമുക്കതിനെയെല്ലാം തരണം ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. ഒരു ഗ്രാമത്തിൽ ഒരു യുവാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വലിയ ഭൂസ്വത്തിനുടമയായിരുന്നു. പക്ഷേ അവൻ്റെ മനസ്സിലൊരു തൃപ്തിയില്ലായ്മ. വലിയ തറവാടുണ്ട്, അച്ഛനും അമ്മയുണ്ട്, വലിയൊരു കുടുംബമുണ്ട്, സ്നേഹിക്കാൻ ചുറ്റും ആൾക്കാരുണ്ട്, ജോലി ചെയ്യാൻ ജോലിക്കാരുണ്ട്. പക്ഷേ എങ്കിലും അവന് ഒരു സംതൃപ്തി കണ്ടെത്തിയില്ല. അങ്ങനെ സന്തോഷം എന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ യാത്ര തിരിച്ചു. അവൻ കരുതി, ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്ത് കടന്നാൽ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. അങ്ങനെ അവൻ ആ ഗ്രാമം വിട്ട് നഗരത്തിലേക്ക് താമസം മാറ്റി. അവൻ്റെ കയ്യിൽ ഇഷ്ടംമാതിരി പണമുണ്ട്. അവൻ പുതിയ ഫോൺ ഇറങ്ങുമ്പോൾ പുതിയ ഫോണുകൾ വാങ്ങിക്കും. പുതിയ കാർ ഇറങ്ങുമ്പോൾ പുതിയ കാറുകൾ വാങ്ങിക്കും. കൊട്ടാരം പോലുള്ള ഒരു വീട്ടിലാണ് അവൻ താമസിച്ചിരുന്നത്. ഇത്രയെല്ലാം ഉണ്ടായിട്ടും അവന് സന്തോഷം കണ്ടെത്താൻ പറ്റിയില്ല. അവൻ പല സ്ഥലങ്ങളിലേക്ക് യാത്ര തിരിച്ചു. കൂട്ടുകാരുടെ കൂടെ രാത്രിയും പകലുമെല്ലാം അടിച്ചു പൊളിച്ച് ജീവിച്ചു. പക്ഷേ അവൻ്റെ ഉള്ളിലൊരു സ്വയം തൃപ്തി കണ്ടെത്താൻ അവന് കഴിയുന്നില്ല. വളരെ നിരാശനായി. ഈ സന്തോഷം എന്തെന്ന് പോലും അറിയാൻ കഴിയാതെ നിരാശനായ അവൻ അവസാനം തിരിച്ച് നാട്ടിലേക്ക് തന്നെ പുറപ്പെട്ടു. പുതിയ പലതരം വണ്ടികളുണ്ടായിട്ടും അവൻ അന്ന് ആദ്യമായി ബസ്സിലാണ് യാത്ര തിരിച്ചത്. അവൻ്റെ ഗ്രാമത്തിൽ ബസ് ഇറങ്ങിയപ്പോൾ അവിടെയുള്ള ചായക്കട അവൻ കണ്ടു. അവൻ ചെറുപ്പം മുതൽ സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും എല്ലാം ആ ചായക്കട അവൻ കാണാറുണ്ട്. ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ചായക്കട. അവിടെയുള്ള ചേട്ടനും ചേച്ചിയുടെയും മുഖത്തേക്ക് അവൻ അറിയാതെ നോക്കി. അവൻ അത്ഭുതപ്പെട്ടു പോയി. അവൻ ചെറുപ്പകാലത്തിൽ കണ്ടിരുന്ന അതേ പുഞ്ചിരി ഇന്നും അവരുടെ മുഖത്തുണ്ട്. അവൻ ചോദിച്ചു, ഈ ചെറിയൊരു ചായക്കടയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര സന്തോഷമായിരിക്കാൻ പറ്റുന്നത്? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു, മോനെ, ഞങ്ങൾക്ക് നിങ്ങളുടെ തറവാടിനെ പോലെ വലിയൊരു വീടില്ല, ഞങ്ങൾക്ക് ദിവസവും യാത്ര ചെയ്യാൻ കാറില്ല, എന്തിന് സൈക്കിൾ പോലുമില്ല. പക്ഷേ ഞങ്ങൾക്കൊന്നുണ്ട്, സന്തോഷം. അതൊരിക്കലും മോനെ ബാഹ്യമായ കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്നതല്ല. നിനക്കറിയാമോ, ഇവിടെ ഒരു ചായ അടിച്ച് ഞാൻ ഒരാൾക്ക് ചായ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ചായ കുടിച്ച് അദ്ദേഹം തൃപ്തനായാൽ അത് എൻ്റെ മനസ്സിനെയാണ് തൃപ്തനാക്കുന്നത്. അദ്ദേഹം സന്തോഷത്തോടെ ഒരു രൂപ ഞങ്ങൾക്ക് തരുമ്പോൾ അതെൻ്റെ മനസ്സിനെ തൃപ്തനാക്കുന്നു. അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ സീക്രട്ട്. അതെ, സന്തോഷം പുറത്ത് തേടേണ്ട ഒന്നല്ല. അവൻ അത്ഭുതപ്പെട്ടു പോയി. പുറത്ത് കിട്ടുന്ന ഒന്നല്ല സന്തോഷം. സന്തോഷം സ്വയം കണ്ടെത്തേണ്ടതാണെന്ന ആ ഒരു വലിയ പാഠം അവൻ പഠിച്ചു. പുറമേ കാണുന്നത് മാത്രമല്ല സന്തോഷം. പുറമേ കാണുന്നതിൽ സന്തോഷം വേണ്ട എന്നല്ല. പക്ഷേ യഥാർത്ഥ സന്തോഷമുണ്ടുള്ളത് നമ്മുടെ ഉള്ളിൽ നമ്മളെ കാണുമ്പോഴാണ്. ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ കഴിയുമ്പോഴാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വലിയൊരു ബ്ലാക്ക് ബോർഡിൽ നിങ്ങളൊരു ചെറിയ കുത്തിട്ടാൽ നമ്മുടെയൊക്കെ കണ്ണ് അറിയാതെ ആ കറുപ്പിലേക്കാണ് പോകുക. അത്ര വിശാലമായ ഒരു വെളുപ്പം അവിടെ ഉണ്ടെങ്കിലും അറിയാതെ നമ്മൾ ആ കറുപ്പിലേക്ക് നമ്മുടെ മനസ്സ് പോകും. അതെ, ജീവിതത്തിൽ നമ്മൾക്ക് സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൽ സന്തോഷിക്കാതെ ചെറിയ പ്രശ്നങ്ങളിൽ ദുഃഖിച്ച് നീറി ജീവിക്കുന്ന 1000 ജീവിതങ്ങൾ നമ്മൾക്ക് മുന്നിലുണ്ട്. ഓരോ ചെറിയതിലും നന്മയെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ, ഓരോ ചെറുതിലും സ്വയം സംതൃപ്തനാവാൻ ശ്രമിക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥ സന്തോഷം. അതാണ് യഥാർത്ഥ സന്തോഷം.